നമുക്ക് വലിയൊരു ചിക്കനെ നിർത്തി പൊരിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കിടത്തി പൊരിച്ചേക്കാം. എന്തെടുക്കാൻ പോവാണെന്ന് കാത്തൂട്ടി പറയൂ. ആണല്ലോ, നമ്മൾ ഇന്ന് എയർ ഫ്രയറിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ അല്ല, ചെറിയൊരു കോഴിയെ വാങ്ങിച്ച് അതിനിപ്പോൾ മസാല തേക്കാൻ പോകണം കേട്ടോ. കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ജിഞ്ചർ പൗഡർ, ഇത്തിരി ഗാർലിക് പൗഡർ, പിന്നെ ഇത്തിരി മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവൊന്നും ഇല്ലാത്തത്. നമ്മുടെ കാത്തൂട്ടിക്ക് എരിവ് ഇഷ്ടമല്ലെന്ന് അറിയാലോ. പിന്നെ ഇച്ചിരി ഗരം മസാല ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെന്താ ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഇത്രയും കൂടെ മുളക് പൊടി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിരുന്നു ആവശ്യത്തിന്. പിന്നെ ഇത്തിരി ഉപ്പിട്ടു, പിന്നെ ഇത്തിരി ചിക്കൻ മസാല ഇത്രയും ഇട്ട് നന്നായിട്ട് കുഴക്കണം കേട്ടോ. ചെറുനാരങ്ങ പിഴിയാൻ മറക്കരുതേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, അത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. വെളിച്ചെണ്ണ എന്തായാലും മിക്സ് ചെയ്യണം, ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. പിന്നെ നന്നായിട്ട് നമ്മൾ ആ വരിഞ്ഞ് കൊടുത്തെടുത്തൊക്കെ മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഒരു 2 മിനിറ്റോളം ഞാൻ മിക്സ് ചെയ്തുവെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചെയ്തോളൂ. പിന്നെതാ ഇത്തിരി സോയാ സോസ്, അതെല്ലാവരും ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഉപയോഗിക്കാറുണ്ട്. ചിക്കൻ കറി വെക്കുമ്പോഴാണേലും മുട്ടക്കറി വെക്കുമ്പോഴാണേലും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഇത്തിരി സോയാ സോസ് വെക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനിയാണ് കഥാനായകൻ്റെ വരവ്. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഇംപെക്സിൻ്റെ എയർ ഫ്രയറിലാണ്. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത് വിത്തൗട്ട് ഓയിൽ. ഇതിന് വലിയൊരു ബാസ്ക്കറ്റ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഓപ്പൺ വിൻഡോയാണുള്ളത്. നമുക്കിങ്ങനെ ചിക്കൻ ഫ്രൈ ആയി വരുന്നതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിനുമുമ്പ് ഒരു വലിയ സോറി അച്ചാച്ചിയോട് പറഞ്ഞേക്കല്ലേ കാത്തൂട്ടി. അച്ചാച്ചി അറിയാതെയാണ് കേട്ടോ ഞങ്ങൾ ഈ എയർ ഫ്രയർ വാങ്ങിച്ചത്. അച്ചാച്ചി സോറി. അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണ്. പക്ഷെ അച്ചാച്ചിയോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അച്ചാച്ചിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷെ അത് ഇങ്ങനെ ആയി പോകുന്നു വിചാരിച്ചില്ല. അത് പോട്ടെ, നമ്മൾ ഈ എയർ ഫ്രയറിൽ ചിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ട് 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മിനിറ്റ് വയ്ക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പം 40 മിനിറ്റിൽ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മളിത് തിരിച്ചിടണം കേട്ടോ. എന്തായാലും ഞങ്ങൾ ഭയങ്കര വെയിറ്റിങ്ങിലാണ്. ഇതെന്താവുമെന്ന് അറിയണമല്ലോ, പ്രത്യേകിച്ച് എണ്ണയില്ലാതെ ഉണ്ടാക്കുന്നതല്ലേ. ദേ നോക്കി, നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ലൈവായിട്ട് ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നത്. അത് ഭയങ്കര ഒരു ഇതിൻ്റെ പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കും എന്തായിരുന്നു. ദേ ഇപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ ഞാനത് എടുത്തിട്ട് ഇനി അത് തിരിച്ചിടാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇനി 20 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യില്ല. കാത്തൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കൈ പൊള്ളി കേട്ടോ. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു, ആൾ വെറുതെ അത്ര ആക്ഷൻ ഇട്ടതാണ്. അത്രയ്ക്ക് ചൂടൊന്നും നമ്മൾ വെളിയിൽ അറിയില്ല കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചിട്ട് 20 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തു. ഇനി കാത്തൂട്ടി വിളിക്കാം. കാത്തൂട്ടി ഓടി വായോ, ചിക്കൻ റെഡി ആയിട്ടുണ്ടേന്ന്. കാത്തൂട്ടി വന്നപ്പോഴത്തേക്കും ചിക്കൻ സെറ്റായി. ദേ നോക്ക് മക്കളെ, നോക്ക്, നമ്മളുടെ ചിക്കൻ ഇവിടെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും റെഡി ആയിട്ടോ. ദേ ചിക്കനൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. എന്നാലും എനിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ വേണമെന്നുള്ളത് കൊണ്ട് ഞാനൊരു 5 മിനിറ്റ്സ് കൂടെ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും സംഭവം സൂപ്പർ. ഇതിങ്ങനെ വെറുതെ കഴിക്കുന്ന ശരിയല്ലല്ലോ എന്നോർത്ത് ഒരു ഹെൽത്തി മയണൈസും കൂടി ഞാൻ ഉണ്ടാക്കി. അത് കാണിക്കട്ടെ. ഒരു 3 മുട്ട പുഴുങ്ങി അതിൻ്റെ വൈറ്റ് മാത്രം, കുറച്ച് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും, ഇത്തിരി ഉപ്പും പഞ്ചസാരയും ഇത്തിരി വെളുത്തുള്ളിയും. പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ അത് നല്ലതാണ്. കാത്തൂട്ടി ഇതിൻ്റെ വൈറ്റ് മാത്രം കഴിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വൈറ്റ് എടുത്തത്. സത്യം പറഞ്ഞാൽ കാത്തൂട്ടി മാത്രമല്ല, എനിക്കും ഈ വൈറ്റ് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം, എഗ് വൈറ്റ്. പിന്നെ ഇത്തിരി ഓയിലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ പാലൊഴിക്കണം കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടേ? വെളുത്തുള്ളി വേണം, മുളക് പൊടി വേണം, ഇത്തിരി പഞ്ചസാര, ഇത്തിരി പാല്, ഓയിൽ. ഇത്രയും ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ അതെ നമ്മുടെ ഹെൽത്തി മയണൈസ് റെഡി. ഇനി നമുക്കിത് സർവ് ചെയ്യണ്ടേ? 2-3 സവാളയൊക്കെ അരിഞ്ഞ് വെച്ച് മയണൈസായിട്ട് കാത്തൂട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ചൂട് ചെറിയ രീതിയിലുണ്ടേ. എന്നാലും കാത്തൂട്ടി ചിക്കൻ കാലെടുത്ത് കയ്യിൽ വെച്ചു. ഇനി കഴിച്ചിട്ട് എന്താണാവോ പറയാം. കഴിച്ചിട്ട് എന്തായാലും സൂപ്പർന്ന് തന്നെയാണ് കാത്തൂട്ടി പറഞ്ഞത് കേട്ടോ.